എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം അദ്ധ്യായം 18 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയും സാമൂഹിക ജീവിതവും. 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും പൊതു സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സമാവലോകനം അക്കാലത്തെ ചരിത്രത്തെപ്പറ്റി നേരാവണ്ണം ഒരു ധാരണയുണ്ടാകാൻ അത്യന്താപേക്ഷിതമാണ്. ബർബോസ, കാൻഡർവിഷർ തുടങ്ങിയ വിദേശ സന്ദർശകരുടെ വിവരണങ്ങളും ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള കേരളീയ കൃതികളും വടക്കൻ പാട്ടുകളും അന്നത്തെ സാമൂഹികമായ ആചാരങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും ഒന്ന് പാളി നോക്കാൻ നമുക്ക് സൗകര്യം നൽകുന്നു. രാഷ്ട്രീയ ഘടന. നാടുവാഴിത്തത്തിൽ അധിഷ്ഠിതമായിരുന്നു അന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഘടന. അക്കാലത്ത് ഇവിടെ സംഘടിതമായ ഒരു കേന്ദ്രഭരണം ഉണ്ടായിരുന്നില്ലെന്നും നാടുവാഴികൾ ഭരിച്ചു പോന്ന ഒട്ടേറെ നാടുകളായി രാജ്യം വിഭജിക്കപ്പെട്ടിരുന്നെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാടുവാഴിയുടെ അധികാരത്തിന് വൈപുല്യവും ബാഹുല്യവും ഉണ്ടായിരുന്നെങ്കിലും തറക്കൂട്ടങ്ങൾ എന്ന പ്രാദേശിക സമിതികൾ ആ അധികാരത്തെ പരിമിതപ്പെടുത്തിയിരുന്നു. നായന്മാരുടെ ദേശീയ ഘടകമായിരുന്നു തറ. പൗരകാര്യങ്ങൾക്കു വേണ്ടി സംഘടിക്കപ്പെട്ടിരുന്ന തറക്കൂട്ടങ്ങളുടെ ഭരണം നായർ പ്രതിനിധികളാണ് നിർവഹിച്ചിരുന്നത്. സാമുദായിക ജീവിതത്തിൽ തറക്കൂട്ടത്തിനുണ്ടായിരുന്ന സവിശേഷ പ്രാധാന്യം പരിഗണിക്കുമ്പോൾ നാടുവാഴിത്ത പ്രഭുത്വത്തിൻ്റെ തലവനായിരുന്ന നാടുവാഴിയുടെ അധികാരം തുലോം ചുരുങ്ങിയതായിരുന്നെന്ന് കാണാം. ആ നിലയിൽ നാടുവാഴിക്ക് സ്വേച്ഛാധികാരിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നാടുവാഴിക്ക് വരുമാനമാർഗങ്ങൾ പലതുണ്ടായിരുന്നു. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ചരക്കുകൾ നാട്ടിൽ തന്നെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതിലും ചുമത്തിയിരുന്ന ചുങ്കമായിരുന്നു പ്രധാന വരവിനം. കുടുംബത്തിലെ കാരണവർ മരിച്ചാൽ അടുത്ത അവകാശി കുടുംബവക സ്വത്തിൻ്റെ ഭരണമേൽക്കുമ്പോൾ നാടുവാഴിക്ക് പുരുഷാന്തരം എന്ന നികുതി കൊടുക്കണമായിരുന്നു. ഏത് വർഗത്തിൽപ്പെട്ട കൃഷിക്കാരുടെ മേലും ഭൂനികുതി ചുമത്തിയിരുന്നില്ലെന്ന് സൈനുദ്ദീൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. നേരെ മറിച്ച് എല്ലാ കച്ചവടക്കാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ജാതിമത ഭേദമന്യേ ആദായത്തിൻ്റെ 1/10 നികുതിയായി ഈടാക്കിയിരുന്നു. അനാഥമായ അയൽദേശങ്ങൾ സ്വന്തമാക്കാൻ അവകാശമുണ്ടായിരുന്നു നാടുവാഴിക്ക്. കുറ്റങ്ങൾക്ക് പ്രജകളിൽ നിന്ന് പലതരം പിഴകൾ ഈടാക്കിയിരുന്നു. അംഗം വെട്ടാൻ ആഗ്രഹിക്കുന്നവർ നാട്ടുകിഴി കൊടുത്തിട്ട് വേണമായിരുന്നു ആ വിവരം നാടുവാഴിയെ അറിയിച്ച് അനുവാദം വാങ്ങേണ്ടത്. അംഗത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാടുവാഴി ചെയ്തുകൊള്ളും. അനന്തരാവകാശികളില്ലാതെ അറ്റാലടക്കം മരിക്കുന്ന മാടമ്പിമാരുടെ സമ്പത്ത് നാടുവാഴിയുടെ ഖജനാവിലായിരുന്നു ചെന്നെത്തുക. ഏത് മാടമ്പിയും ദത്തെടുക്കണമെങ്കിൽ ദത്തുകാഴ്ച എന്ന പേരിൽ ഒരു നിശ്ചിത തുക നൽകി കാലേക്കൂട്ടി നാടുവാഴിയുടെ അനുവാദം വാങ്ങണമായിരുന്നു. രക്ഷാഭോഗം, ചങ്ങാതം മുതലായ പ്രതിഫലത്തിന്മേലായിരുന്നു അഭയം പ്രാപിച്ചവർക്കും അന്യദേശക്കാർക്കും നാടുവാഴി സംരക്ഷണം നൽകിയിരുന്നത്. വിവാഹം, മരണം, പുതിയ കൊട്ടാരങ്ങളിൽ താമസം തുടങ്ങുക മുതലായ സന്ദർഭങ്ങളിൽ നാടുവാഴിക്ക് പ്രജകൾ കാഴ്ചവെക്കണമെന്നുണ്ടായിരുന്നു. തീരത്ത് വന്നുപെടുന്ന കപ്പലുകൾ കൊള്ളയടിക്കുന്നതും നാടുവാഴിക്ക് ആദായ മാർഗമായിരുന്നതായി കാണാം. രാജ്യത്തുള്ള വനങ്ങളിൽ നിന്ന് പിടിക്കുന്ന മൃഗങ്ങളുടെ മേലും നാടുവാഴിക്കായിരുന്നു അവകാശം. സന്മാർഗ ഭ്രംശത്തിന് ശിക്ഷിക്കപ്പെട്ട സ്ത്രീകളെ വിറ്റുകിട്ടുന്ന പണവും നാടുവാഴിക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഇതിന് പുലയാട്ടുപെണ്ണ് എന്ന് പറയും. കളരി. നാടുവാഴിക്കായിരുന്നു ചടങ്ങിന് രാജാധിപത്യമെങ്കിലും നായർ മാടമ്പിമാരുടെ കയ്യിലായിരുന്നു യഥാർത്ഥ അധികാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധ അവസരങ്ങളിൽ മാടമ്പിമാർ നാടുവാഴിക്ക് സൈന്യസഹായം ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി അവർ സ്വകാര്യ സൈന്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്തെ പ്രധാനമായ ഒരു സൈനിക സ്ഥാപനമായിരുന്നു യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിപ്പോന്ന കളരി. പരമ്പരയാ സൈനിക വൃത്തി സ്വീകരിച്ചിരുന്ന ഒരു വർഗമായിരുന്നു നായന്മാർ. സൈനിക പാരമ്പര്യമുള്ള മറ്റൊരു വർഗമായിരുന്നു തീയന്മാർ അഥവാ ഈഴവർ. വടക്കൻ പാട്ടുകളിൽ ആരോമൽ ചേകവരെ കുറിച്ചുള്ള വീരാപദാനങ്ങൾ ഇതിന് തെളിവാണ്. കളരിയും കളരിപ്പയറ്റുമാണ് വടക്കൻ പാട്ടുകളുടെ പശ്ചാത്തലം തന്നെ. കളരികളിൽ യുവാക്കൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുട്ടിക്കാലം മുതൽക്കേ ആയുധ പരിശീലനം നൽകിപ്പോന്നു. വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയും കൊടുമല കുങ്കിയും വടക്കേ മലബാറിലെ സമരധീരകളായ 2 മധ്യകാല വീരനായികമാരാണ്. അംഗം. ജനങ്ങളുടെ സമരവീര്യം നിലനിർത്താനും ഉത്തേജിപ്പിക്കാനും പലതരം ഏർപ്പാടുകളുണ്ടായിരുന്നു.
അംഗം എന്നറിയപ്പെടുന്ന ദ്വന്ദ്വ സമരം ഇക്കൂട്ടത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. രണ്ട് കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തറക്കൂട്ടത്തിനോ നാട്ടുകൂട്ടത്തിനോ തൃപ്തികരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കക്ഷികൾ അംഗം വെട്ടി കാര്യം തീരുമാനിക്കുകയായിരുന്നു പതിവ്. അംഗത്തിൽ പങ്കെടുക്കുന്നവർ ആയുധപ്രയോഗത്തിൽ വൈദഗ്ധ്യം സുനിശ്ചിതമാക്കാൻ 12 വർഷത്തെ ഒരുക്കവും പരിശീലനവും നേടിയിരുന്നത്രേ. കക്ഷികൾ തന്നെ നേരിട്ട് അംഗം വെട്ടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അവർ പ്രതിഫലത്തിന്മേൽ നിയോഗിക്കുന്ന പോരാളികൾ അംഗം വെട്ടിയാലും മതിയായിരുന്നു. അംഗത്തിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കപ്പെടുക വലിയ ബഹുമതിയായിട്ടാണ് പടയാളികൾ കണക്കാക്കിയിരുന്നത്. അംഗത്തെക്കുറിച്ച് നേരത്തെ നാടുവാഴിയെ അറിയിച്ച് നാട്ടുകിഴി കൊടുക്കണം. അദ്ദേഹം അംഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യും. അംഗം വെട്ടി മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുമായിരുന്നു. അംഗം വെട്ടി മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുമായിരുന്നു. അംഗത്തിൽ ചതിപ്രയോഗം അനുവദിക്കപ്പെട്ടിരുന്നില്ല. അംഗപ്പോരാളികൾ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തണമായിരുന്നു. പൊയ്ത്ത്. അംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരേർപ്പാടായിരുന്നു പൊയ്ത്ത്. 2 വ്യക്തികളോ ദേശങ്ങളോ തമ്മിലുള്ള സ്വകാര്യ സമരമായിരുന്നു അത്. പൊയ്ത്തിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും നാടുവാഴിക്കും അറിവ് നൽകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. തച്ചോളി ഒതേനനും കതിരൂർ കുരുക്കളും തമ്മിൽ നടന്ന പൊയ്ത്ത് സുപ്രസിദ്ധമാണ്. ഇതിൽ ഒതേനൻ വധിക്കപ്പെട്ടു. സാമ്പ്രദായികമായ വൈരം പൊയ്ത്തിൽ അവസാനിക്കുക പതിവായിരുന്നു. കുടിപ്പക. അക്കാലത്തെ മറ്റൊരു സവിശേഷതയായിരുന്നു കുടിപ്പക. ഒരാൾ മറ്റൊരാളെ വധിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ മർദ്ദനത്തിനിരയായ ആളുകളുടെ കുടുംബക്കാർ ആ കടുംകൈ ചെയ്തവന്റെ കുടുംബത്തോട് ശാശ്വതമായ വൈരം പുലർത്തിപ്പോന്നു. ആദ്യത്തെ അവസരം ഉപയോഗിച്ച് അവർ പ്രതികാരം ചെയ്യും. കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല് എന്നായിരുന്നു ഇക്കാര്യത്തിൽ അന്നത്തെ നീതിവാക്യം. കുടിപ്പക കൊണ്ട് എതിരാളിയുടെ വംശത്തിലെ ആൺകുട്ടികളെ നിശേഷം അരിഞ്ഞു കൊന്നതിൻ്റെ കഥകൾ വടക്കൻ പാട്ടുകളിൽ എത്ര വേണമെങ്കിലുമുണ്ട്. നാടുവാഴി കുടിപ്പകയാൽ കൊല്ലപ്പെട്ടവന്റെ ശവം കൊലയാളിയുടെ വീട്ടിൽ കൊണ്ടുചെല്ലുകയും ശവവും വീടും ഒന്നിച്ച് ദഹിപ്പിക്കുകയും ചെയ്യുക കുടിപ്പകയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ആചാരമായിരുന്നു. സത്യപരീക്ഷ. അന്നത്തെ കേരളത്തിൽ ക്രമീകൃതമായ നീതിപാലന സമ്പ്രദായമോ രേഖാമൂലമായ നിയമസംഹിതയോ ഉണ്ടായിരുന്നില്ല. നാട്ടുമര്യാദകളായിരുന്നു വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിച്ചു പോന്നത്. നാടുവാഴി കീഴ്ലാവണക്കാരുമായി ആലോചിച്ച് പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നു. സങ്കീർണമായ പ്രശ്നങ്ങളിൽ ബ്രാഹ്മണരുടെ ഉപദേശം തേടുകയായിരുന്നു പതിവ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിൽ തറക്കൂട്ടങ്ങൾ നല്ല പങ്ക് വഹിച്ചു. ഏതായാലും എല്ലാവർക്കും ഒരുപോലെയായിരുന്നില്ല നിയമം. ബ്രാഹ്മണർക്ക് ഏറ്റവും വലിയ കുറ്റങ്ങൾക്ക് പോലും ജാതിഭ്രഷ്ടായിരുന്നു അങ്ങേയറ്റത്തെ ശിക്ഷ. ആ ശിക്ഷ തന്നെയും വിധിക്കാൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. ഒരു നായർ തന്നേക്കാൾ ജാതിയിൽ താണ ഒരുവനെ കൊന്നാൽ പിഴ മാത്രമായിരുന്നു അയാൾക്കും ശിക്ഷ. ഏത് തരത്തിൽപ്പെട്ട കുറ്റത്തിനും സത്യപരീക്ഷ അന്ന് സാധാരണമായിരുന്നു. ജലപരീക്ഷ, അഗ്നിപരീക്ഷ, വിഷപരീക്ഷ, തൂക്കുപരീക്ഷ എന്നിങ്ങനെ പല രീതിയിലായിരുന്നു സത്യപരീക്ഷകൾ. അഗ്നിപരീക്ഷയിൽ കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന ആളിനോട് തിളച്ച എണ്ണയിൽ കൈമുക്കി അതിലിട്ടിരിക്കുന്ന നാണയമെടുക്കാൻ പറയും. കുറെ കഴിഞ്ഞ് കൈ എങ്ങനെയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുക. പാമ്പുകളെ കൊണ്ട് നടത്തിയിരുന്ന സത്യപരീക്ഷകളെക്കുറിച്ച് വിഷർ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരാൾ കുറ്റം ഏറ്റില്ലെങ്കിൽ അവർ വിഷമുള്ളതും ദിവ്യമെന്ന് വിശ്വസിക്കുന്നതുമായ ഒരു പാമ്പിനെ പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടുവരും. എന്നിട്ട് ദേവനാമോച്ചാരണങ്ങളോടെ കുറ്റവാളി പട്ടിൽ കൈവച്ചിട്ട് പാമ്പിനെ എടുത്തുയർത്തണം. പാമ്പ് കടിക്കുകയാണെങ്കിൽ അയാൾ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കും. സത്യപരീക്ഷയുടെ തരം നിശ്ചയിക്കുന്നത് കുറ്റക്കാരൻ്റെ ജാതി നോക്കിയായിരുന്നു. തൂക്കുപരീക്ഷ ബ്രാഹ്മണർക്കും, അഗ്നിപരീക്ഷ ക്ഷത്രിയർക്കും, ജലപരീക്ഷ വൈശ്യർക്കും, വിഷപരീക്ഷ ശൂദ്രർക്കും എന്നായിരുന്നു പ്രമാണം. തിരുവളയനാട്, ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, ശുചീന്ദ്രം തുടങ്ങി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം സത്യപരീക്ഷകൾ നിലവിലുണ്ടായിരുന്നു. വേണാട്, തെക്കൻ തിരുവിതാംകൂറിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ ശുചീന്ദ്രത്ത് കുടിയേറിപ്പാർത്ത നമ്പൂതിരി ബ്രാഹ്മണരാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ കൈമുക്ക്, തിളയ്ക്കുന്ന നെയ്യിൽ കൈമുക്കുക ഏർപ്പെടുത്തിയത്. 13-ാം ശതകത്തിലോ അല്പം കൂടി കഴിഞ്ഞോ ആണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ കൈമുക്ക് ഏർപ്പെടുത്തിയതെന്ന് ലക്ഷ്മീദാസന്റെ ശുഖസന്ദേശത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം കൊണ്ടും മറ്റു പല തെളിവുകൾ കൊണ്ടും മനസ്സിലാക്കാം.
ശുചീന്ദ്രത്തെ കൈമുക്ക് നമ്പൂതിരി സമുദായത്തിൻ്റെ സത്യപരീക്ഷയായിരുന്നു. ഈ പരീക്ഷകളിൽ അധികവും നടന്നത് നമ്പൂതിരി സ്ത്രീകളുടെ സദാചാര ലംഘനത്തെ സംബന്ധിച്ചായിരുന്നു എന്ന് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രേഖകൾ കൊണ്ട് കാണുന്നു. മിക്കവാറും സ്മാർത്ത വിചാരത്തിൻ്റെ തുടർച്ചയായിരുന്നു ഇത്. പോൽപ്പന ഭട്ടതിരി ആയിരുന്നു ശുചീന്ദ്രം കൈമുക്കിൻ്റെ വിധികർത്താവ്. ശുചീന്ദ്രം കൈമുക്ക് ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നെങ്കിലും കേരളത്തിലെ പല ഭാഗത്തും മറ്റ് ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതന്മാർ തുടങ്ങിയ അഹിന്ദുക്കളും ചിലപ്പോൾ ഈ സത്യപരീക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. വളരെ കഠിനമായിരുന്നു കുറ്റവാളികൾക്ക് നൽകിയിരുന്ന ശിക്ഷകൾ. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ ശരീരം രണ്ടായി വെട്ടിമുറിച്ച് കഴുവിലേറ്റുമായിരുന്നു. കൊല്ലാൻ വിധിച്ച മുസ്ലിങ്ങളുടെ ശവശരീരം മതാചാരപ്രകാരം സംസ്കരിക്കാൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമായിരുന്നെന്നും മുസ്ലിങ്ങളല്ലാത്തവരുടെ ശവങ്ങൾ നായ്ക്കും നരിക്കും ഇരയാവുകയായിരുന്നു പതിവെന്നും ഷൈഖ് സൈനുദ്ദീൻ പറയുന്നുണ്ട്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവർക്ക് ഒരു പ്രത്യേക തരം ശിക്ഷ നൽകിയിരുന്നു. കടം വീട്ടാത്തവൻ്റെ ചുറ്റും പച്ചച്ചില്ല കൊണ്ട് ഒരു വൃത്തം വരച്ചിട്ട് ഉത്തമർണനോടുള്ള ബാധ്യത തീർക്കാതെ ആ വട്ടവര കടന്നു പോകാൻ പാടില്ലെന്ന് പറയും. ഇഷ്ടദേവതയുടെ പേരുച്ചരിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഈ ആചാരത്തിന് വളയ്ക്കൽ എന്നായിരുന്നു പേര്. ദായക്രമം. അക്കാലത്തെ സാമൂഹിക ആചാരങ്ങളിൽ മരുമക്കത്തായവും ബഹുഭർതൃത്വവും പ്രത്യേകം ശ്രദ്ധാർഹമാണ്. മരുമക്കത്തായം നായന്മാരുടെയും ഒരു വിഭാഗം മുസ്ലിങ്ങളുടെയും ഇടയിലാണ് പ്രധാനമായും പ്രചരിച്ചിരുന്നതെന്നും ബ്രാഹ്മണർ, കമ്മാളർ, തീയർ, മുക്കുവർ തുടങ്ങിയവർ മക്കത്തായക്കാരായിരുന്നെന്നും സൈനുദ്ദീൻ അന്നത്തെ മലബാറിലെ സ്ഥിതി രേഖപ്പെടുത്തുന്നു. രാവരി നായന്മാർ അഥവാ വ്യാവരി നായന്മാർ മക്കത്തായക്കാരായിരുന്നെന്ന് ബർബോസയുടെ വിവരണങ്ങളിൽ നിന്ന് അറിയാം. വടക്കേ മലബാറിലെ തീയർ രാവരികളെപ്പോലെ 16-ാം ശതകത്തിന് ശേഷം മാത്രമാണ് മരുമക്കത്തായം സ്വീകരിച്ചതെന്ന് തോന്നുന്നു. കണ്ണൂരും പരിസരങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ മരുമക്കത്തായക്കാരാണെന്നത് സൈനുദ്ദീൻ എടുത്ത് പറയുന്നുണ്ട്. ഇസ്ലാം മതത്തിനെതിരാണെങ്കിലും അവർ അത് തുടർന്നു പോരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മരുമക്കത്തായത്തിൻ്റെ പ്രചുര പ്രചാരവും തറവാട്ടിൽ കാരണവർക്കുള്ള എതിരില്ലാത്ത പദവിയും വടക്കൻ പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഏത് കാര്യവും കാരണവരുമായി ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാമായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റേതായിരുന്നു അവസാനത്തെ തീരുമാനം. കാരണവരോട് കാട്ടുന്ന ഏത് മര്യാദക്കേടിനും പകരം വീട്ടാൻ ബദ്ധപ്രതിജ്ഞരായിരുന്നു ഭാഗിനേയർ. ആരോമലുണ്ണി തൻ്റെ മാതുലനെ ചതിച്ചു കൊന്ന ചന്തുവിനോട് 20 വർഷത്തിനു ശേഷം പകരം വീട്ടുന്നു. സമുദായത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം. അക്കാലത്തെ സ്ത്രീകൾക്ക് സമുദായത്തിൽ നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ ഒഴിച്ച് മറ്റാരും മറക്കുട പിടിച്ചിരുന്നില്ല. ക്രിസ്ത്യൻ വനിതകൾ മുട്ടാക്കും മുസ്ലിം സ്ത്രീകൾ തട്ടവും ധരിച്ചിരുന്നതായി കാണുന്നുണ്ട്. വിശിഷ്ട വസ്ത്രങ്ങളും ആകർഷകമായ ആഭരണങ്ങളും അണിഞ്ഞ് നായർ സ്ത്രീകൾ ഭർത്താക്കന്മാരുമൊത്ത് പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂട്ടമായി ഒത്തുചേരാറുണ്ടായിരുന്നു. അവർ ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നത് സാമൂഹികമായ ഒരു പോരായ്മയായി കരുതിയിരുന്നില്ല. ഉത്തര കേരളത്തിലെ നായർ സ്ത്രീകൾ തമ്മിൽ സഹോദര ബന്ധമില്ലാത്ത പുരുഷന്മാരെ ഇങ്ങനെ ഭർത്താക്കന്മാരാക്കിയിരുന്നു. എന്നാൽ ജ്യേഷ്ഠാനുജന്മാരെ മാത്രം ഭർത്താക്കന്മാരാക്കുന്ന പാണ്ഡവാചാരമാണ് തെക്കൻ കേരളത്തിലെ നായർ സ്ത്രീകൾക്കിടയിൽ സാധാരണമായി ഉണ്ടായിരുന്നത്. ഈ ആചാരം 20-ാം ശതകത്തിൻ്റെ ആരംഭത്തിലും നിലനിന്നു. ബഹുഭർതൃത്വത്തിന് പണ്ഡിതന്മാർ പല കാരണങ്ങൾ പറയുന്നുണ്ട്. സൈനുദ്ദീൻ്റെ അഭിപ്രായത്തിൽ കുടുംബസ്വത്ത് വിട്ടുപോകാതിരിക്കാനാണ് ഈ സമ്പ്രദായം സ്വീകരിച്ചു പോന്നത്. ജാതികളും സമുദായങ്ങളും. ജാതി സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അന്നത്തെ ഹിന്ദു സമുദായത്തിൻ്റെ സംവിധാനം. സമുദായത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിൽ ബ്രാഹ്മണരായിരുന്നു. അവരിൽ തന്നെ നമ്പൂതിരിമാർക്കായിരുന്നു ഉന്നത സ്ഥാനം. നമ്പൂതിരി കുടുംബങ്ങളിൽ മൂത്ത മകൻ മാത്രമേ സ്വസമുദായത്തിൽ നിന്ന് വേളി കഴിച്ചിരുന്നുള്ളൂ. മറ്റുള്ളവർ ക്ഷത്രിയർ, നായർ, അമ്പലവാസികൾ മുതലായ സമുദായങ്ങളിലെ സ്ത്രീകളുമായി സംബന്ധത്തിലേർപ്പെടുകയായിരുന്നു പതിവ്. തുളു ബ്രാഹ്മണർ, സാരസ്വത ബ്രാഹ്മണർ തുടങ്ങി വെളിയിൽ നിന്ന് വന്ന ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളിലെ പ്രബല ജാതികളായിരുന്നു നായന്മാരും തീയന്മാരും. ഇവരിൽ പടയാളി വർഗമായ നായന്മാരായിരുന്നു ജനസംഖ്യയിലും സ്വാധീന ശക്തിയിലും മുന്നിട്ട് നിന്നിരുന്നതെന്ന് സൈനുദ്ദീൻ പ്രസ്താവിക്കുന്നു. വാളുമേന്തി നടക്കുക നായന്മാർക്കൊരു പതിവായിരുന്നു അന്ന്. യുദ്ധമായിരുന്നു അവരുടെ മുഖ്യമായ തൊഴിലെങ്കിലും ചിലർ നാടുവാഴികളുടെ കണക്കെഴുത്തുകാരായോ ഗുമസ്തന്മാരായോ ജോലി നോക്കിയിരുന്നു.
അന്തസ്സിനും മാന്യതയ്ക്കും ചേർന്നതല്ലെന്ന കാരണത്താൽ വാണിജ്യത്തിലും കച്ചവടത്തിലും ശരീരാധ്വാനം ആവശ്യമുള്ള മറ്റു തൊഴിലുകളിലും നായന്മാർ ഏർപ്പെട്ടിരുന്നില്ല. തൃപ്തികരമായിരുന്നില്ല അവരുടെ സാമ്പത്തിക നില. ഓടുമേയാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നതുകൊണ്ട് ഓലമേഞ്ഞായിരുന്നു നായന്മാരുടെ വീടുകൾ. നിശ്ചയദാർഢ്യത്തിനും വിശ്വസ്തതയ്ക്കും പേരുകേട്ടവരായിരുന്നു അവർ. നായന്മാരുടെ ചങ്ങാതങ്ങളെ, ചാവേറുകളെ ജീവൻ വെടിഞ്ഞും ആളും അർത്ഥവും കാത്തു സൂക്ഷിക്കാൻ പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയിരുന്നു. സാധാരണ യുദ്ധത്തിലോ അംഗത്തിലോ അല്ലാതെ ഒരു ചങ്ങാതമോ നായരോ കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളും കൊന്നവരും തമ്മിലുണ്ടാകുന്ന കുടിപ്പക ചോര കൊണ്ട് പകരം വീട്ടിയതിനു ശേഷമേ അവസാനിക്കുമായിരുന്നുള്ളൂ. നായന്മാർ മദ്യം കുടിക്കുകയില്ല, താണജാതിയിൽപ്പെട്ട സ്ത്രീകളുമായി സഹവസിക്കുകയുമില്ല എന്ന് ബർബോസ പറയുന്നു. 16-ാം ശതകം വരെ കേരളത്തിൽ മദ്യപാനം ഗുരുതരമായ ഒരു സാമൂഹിക ദോഷമായി തീർന്നിരുന്നില്ല. എന്നാൽ 1800-നും 1801-നും ഇടയ്ക്ക് ബുക്കനൻ കേരളം സന്ദർശിക്കുമ്പോൾ നായന്മാർ മദ്യലഹരിയിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. നായർ സ്ത്രീകളുടെ ബഹുഭർതൃത്വത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സ്ത്രീക്ക് കാമുകന്മാർ എത്രയുണ്ടോ അത്ര കണ്ടായിരിക്കും അവളുടെ മാന്യത എന്ന് ബർബോസ പറയുന്നു. നായന്മാരെ അന്യസമുദായത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു സവിശേഷതയെന്ന നിലയിലാണ് അവരുടെ വിവാഹ സമ്പ്രദായം സൈനുദ്ദീൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓരോ സ്ത്രീക്കും 2-4 ഭർത്താക്കന്മാരുണ്ടെന്നും അതിൻ്റെ പേരിൽ ഭർത്താക്കന്മാർ സാധാരണഗതിയിൽ കലഹിക്കാറില്ലെന്നും ഒരു മുസ്ലിം തൻ്റെ ഭാര്യയുമായി തവണ വെച്ച് കഴിയും പോലെയാണ് നായർ സ്ത്രീ ഭർത്താക്കന്മാരുമായി സമയം വീതിച്ച് കഴിഞ്ഞുകൂടുന്നതെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. സാമൂഹിക പദവിയിൽ തീയന്മാരായിരുന്നു നായന്മാർക്ക് താഴെ. ചെത്തായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. എങ്കിലും ചിലർ നായന്മാരെ പോലെ സൈനിക പരിശീലനം നേടിയിരുന്നു. കമ്മാളരും മുക്കുവരും പുലയർ കുശവർ പറയർ തുടങ്ങിയ മറ്റു ജാതിക്കാരുമായിരുന്നു പിന്നീടുള്ളവർ. സമൂഹത്തിൽ താണ പദവി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഒട്ടേറെ അവശതകൾ അവർ അനുഭവിച്ചിരുന്നു. സാമൂഹികമായ അനാചാരങ്ങൾ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, നായന്മാർ തുടങ്ങിയ സവർണ ഹിന്ദുക്കൾക്ക് വിശേഷ അധികാരങ്ങളോട് കൂടിയ പദവിയാണ് ഉണ്ടായിരുന്നത്. ജാതിപരമായ ആചാരങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കാൻ കടപ്പെട്ടവരായിരുന്നു അവർ. ഈ ആചാരങ്ങൾ ലംഘിക്കുന്നവരെ നാടുവാഴിയുടെ ആജ്ഞപ്രകാരം ജാതിഭ്രഷ്ട് കൽപ്പിച്ച് മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ വിൽക്കുകയായിരുന്നു പതിവ്. അങ്ങനെയുള്ളവരുടെ ബന്ധുക്കൾ ചിലപ്പോൾ നാടുവാഴിയുടെ അപ്രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ രഹസ്യമായി കൊല്ലാറുണ്ടായിരുന്നു. ബർബോസ പറയുന്നു, ഒരു നായർ സ്ത്രീ ജാതി മര്യാദ ലംഘിച്ച വിവരം അവളുടെ ബന്ധുക്കളായ പുരുഷന്മാരുടെ ചെവിയിൽ പെടുന്നതിന് മുൻപ് നാടുവാഴിക്ക് അറിവ് കിട്ടിയാൽ അവളെ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ വിൽക്കും. വിവരം നാടുവാഴിക്ക് മുൻപേ ബന്ധുക്കളാണ് അറിയുന്നതെങ്കിൽ അവളെ ഒരു മുറിയിലടച്ച് കൊന്നില്ലെങ്കിൽ തങ്ങൾക്ക് വലിയ മാനഹാനിയാണെന്ന് പറഞ്ഞ് കടാരി കൊണ്ടോ കുന്തം കൊണ്ടോ കുത്തിക്കൊലപ്പെടുത്തും. അത് നന്നായെന്ന് നാടുവാഴിയും സമ്മതിക്കും. ബ്രാഹ്മണരുമായി അടുത്തിടപെട്ടിരുന്നതുകൊണ്ട് നായന്മാർക്ക് സമുദായത്തിൽ ഉയർന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അവർ ജാതിപരമായ ആചാരങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു. തൊട്ടുകൂടായ്മ എന്ന അന്താചാരം കർശനമായി പുലർത്തുന്നവരായിരുന്നു നമ്പൂതിരിമാർ, ക്ഷത്രിയർ, നായന്മാർ തുടങ്ങിയവർ. അവർ താണജാതിയിൽപ്പെട്ടവരെ തൊട്ടിരുന്നില്ല. നായർ ഭവനങ്ങളിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് ബർബോസ നായന്മാരെ പറ്റി രേഖപ്പെടുത്തുന്നു. എന്നാൽ വെളുത്തേട സ്ത്രീകളെയും ചാലിയ സ്ത്രീകളെയും വെപ്പാട്ടികളായി സ്വീകരിക്കാറുണ്ടായിരുന്നു നായന്മാർ. അവർ യുദ്ധത്തിന് പോകുമ്പോഴാകട്ടെ താണജാതിയിൽപ്പെട്ടവരോട് സ്വതന്ത്രമായി ഇടപഴകുകയും ജാതിഭ്രഷ്ട് കൂടാതെ അവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ചെയ്യും. തൊടിയിൽ കൂടാതെ തീണ്ടലും കണ്ടുകൂടായികയും ബീഭത്സ രൂപത്തിൽ അന്ന് നിലനിന്നിരുന്നു. നായാടിയോ പുലയനോ നമ്പൂതിരിയെ കാണാനിടയായാൽ നമ്പൂതിരിക്ക് അയിത്തമായി. പുലയൻ നായരിൽ നിന്ന് 60 അടി അകലെ നിൽക്കണമെന്നായിരുന്നു ചട്ടം. നായർ പ്രമാണിമാർ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു താണജാതിക്കാരൻ യാദൃശ്ചികമായെങ്കിലും തീണ്ടാപ്പാടിനപ്പുറം വന്ന് അശുദ്ധമാക്കുന്നത് തടയാൻ വേണ്ടി അവരുടെ ബാല്യക്കാർ പോ എന്ന് ആട്ടിക്കൊണ്ട് മുൻപേ നടക്കും. നായന്മാർക്കും മറ്റുയർന്ന ജാതിക്കാർക്കും വഴിമാറിക്കൊടുക്കാത്ത താണ ജാതിക്കാരൻ നിയമസമാധാന പാലകന്മാരുടെ മൗനസമ്മതത്തോടെ വധിക്കപ്പെടും. ജനങ്ങളുടെ സദാചാരബോധം വല്ലാതെ തകർന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത്.
ജാതിയുടെയും ജന്മി സമ്പ്രദായത്തിൻ്റെയും ദുഷ്ടമായ സ്വാധീന ശക്തിയായിരുന്നു അതിൻ്റെ കാരണം. ഭൂവുടമകളും മറ്റുയർന്ന ജാതിക്കാരും ദേഹമനങ്ങാതെ സുഖാലസമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. നിയമം ആ വിധമൊരു ജീവിതത്തിനാവശ്യമായ എല്ലാ സംരക്ഷണവും അവർക്ക് നൽകി. 1664 കാർത്തികപ്പള്ളി വട്ടമന കൊട്ടാരം സന്ദർശിച്ച ക്യാപ്റ്റൻ ന്യൂഹോഫ് അവിടെ നിലവിലുണ്ടായിരുന്ന ഗർഹണീയമായ ഒരു നിയമത്തെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കപ്പെടുന്നു. വട്ടമനയിലെ രാജാവ് ഒരു നിയമം ഏർപ്പെടുത്തിയിട്ടുള്ളതായി പൊതുവെ പറയപ്പെടുന്നു. ഒരു പുരുഷന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത സ്ത്രീയെ വധിക്കാനുള്ള അധികാരം അയാൾക്ക് ഈ നിയമം മൂലം ലഭിച്ചിരുന്നു. 16ാം ശതകത്തിൻ്റെ അവസാനത്തോടുകൂടി ആ നാട് സന്ദർശിച്ച ആർച്ച് ബിഷപ്പ് മെനസസും ഈ ആചാരം നിലവിലിരുന്നതായി പറയുന്നുണ്ട്. പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി എന്നൊക്കെ പറയുന്ന ഭീകരമായ ഒരാചാരവും അന്ന് നിലവിലുണ്ടായിരുന്നു. ഈ പ്രാകൃതാചാരമനുസരിച്ച് പുലയന്മാർ, മണ്ണാന്മാർ തുടങ്ങിയ താണജാതിക്കാർക്ക് ചില പ്രത്യേക മാസങ്ങളിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ, വിശേഷിച്ചും നായർ സ്ത്രീകളെ ഉപദ്രവിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത്രേ. പുലയരും മറ്റും ഈ പ്രത്യേക മാസങ്ങളിൽ നായർ സ്ത്രീകളെ അപഹരിക്കാൻ രാത്രികാലങ്ങളിൽ യഥേഷ്ടം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. പുലയരും മണ്ണാന്മാരും മറ്റും ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീകളെ ജാതിയിൽ നിന്ന് പുറന്തള്ളുകയായിരുന്നു പതിവ്. ഈ താണജാതിക്കാർ നായർ സ്ത്രീകളുടെ ശരീരത്തിൽ കല്ലോ കമ്പോ എറിഞ്ഞു കൊള്ളിച്ചാലും മതിയായിരുന്നു അവരെ ജാതിഭ്രഷ്ടകളാക്കാൻ. ഷൈഖ് സൈനുദ്ദീനും ബർബോസയും ഈ ആചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1690 തിരുവിതാംകോട് ശിലാശാസനത്തിൽ കന്യാകുമാരി ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കോട്ടയം കേരളവർമ്മയുടെ ഒരു വിളംബരം ഈ ദുരാചാരം നിരോധിക്കുന്നു. ഒരു തരം അടിമക്കച്ചവടം ഇക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. താണജാതിക്കാരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്ന കൊള്ളസംഘങ്ങൾ അന്ന് പ്രവർത്തിച്ചിരുന്നതായി അറിയാം. സാഹചര്യം അനുകൂലമാണെങ്കിൽ ഉയർന്ന ജാതിയിലെ കുട്ടികളും ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന മറുനാടൻ കപ്പലുകളിലെ ദല്ലാളുകൾക്കായിരുന്നു മിക്കവാറും ഈ കുട്ടികളെ വിറ്റിരുന്നത്. കാർഷിക തൊഴിലാളികളെ ക്രയവിക്രയ സാധനങ്ങളായി കൈമാറ്റം ചെയ്യുന്ന മറ്റൊരു തരം അടിമ സമ്പ്രദായം അന്നുണ്ടായിരുന്നു. ഇങ്ങനെ സാമൂഹികമായ ഒട്ടധികം പരാധീനതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് താണജാതി ഹിന്ദുക്കളിൽ പലരും ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും ചേരുകയുണ്ടായി. ഉത്തര കേരളത്തിലെ മാപ്പിളമാർ. ഹൈന്ദവേതര സമുദായങ്ങളിൽ വടക്കേ മലബാറിലെ മാപ്പിളമാർക്ക് സാമൂഹികമായി ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. അവർ പ്രധാനമായും വാണിജ്യത്തിലും വ്യാപാരത്തിലുമാണ് ഏർപ്പെട്ടിരുന്നത്. അവരായിരുന്നു അന്നത്തെ മലബാറിലെ ജനസംഖ്യയിൽ 1/5. മാപ്പിളമാരിൽ മക്കത്തായക്കാരും മരുമക്കത്തായക്കാരും ഉണ്ടായിരുന്നു. മക്കൾക്കും മരുമക്കൾക്കും സ്വത്തിൽ തുല്യ അവകാശമുണ്ടായിരുന്ന ഒരു മിശ്രധായ ക്രമം സ്വീകരിച്ചവരും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. ഹിന്ദുക്കളായ നാടുവാഴികളും അവരുടെ ഹൈന്ദവ പ്രജകളും ഹൈന്ദവേതരോട് സമുന്നതമായ സഹിഷ്ണുതാ നയം പുലർത്തിപ്പോന്നതുകൊണ്ട് മാപ്പിളമാർക്ക് പരിപൂർണമായ മതസ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ അക്കാലത്തെ ഹിന്ദു ഭരണാധികാരികളുടെ മതസഹിഷ്ണുതയെ മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുന്നത് കാണാം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സ്വാധീനശക്തിയുള്ള നേതാക്കന്മാരോ നാടുവാഴികളോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് രാജ്യകാര്യ വ്യവസ്ഥയിൽ ഉയർന്ന സ്ഥാനമാണ് അനുവദിച്ചു കൊടുത്തിരുന്നത്. ഇതര മതാനുയായികളോട് സഹകരിച്ച് മുസ്ലിങ്ങൾ സമാധാനത്തിലും മൈത്രിയിലും കഴിഞ്ഞുകൂടി. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട ഹിന്ദുക്കളോട് പോലും ആരും അസുഖകരമായി പെരുമാറിയിരുന്നില്ല. ഉത്തര കേരളത്തിലെ വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും കുത്തക മുസ്ലിങ്ങൾക്കായിരുന്നതുകൊണ്ട് അവരോട് ഹിന്ദുക്കൾക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു താനും. സുറിയാനി ക്രിസ്ത്യാനികൾ. മുകളിൽ നാം കണ്ട സമൂഹത്തിൻ്റെ പൊതുചിത്രം പ്രധാനമായും ഉത്തര കേരളത്തിൻ്റേതാണ്. എങ്കിലും മധ്യ കേരളത്തിലെയും ദക്ഷിണ കേരളത്തിലെയും സ്ഥിതിഗതികൾ ഇതിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായിരുന്നില്ല. ഉത്തര കേരളത്തിൽ നിന്ന് വിഭിന്നമായി മധ്യ കേരളത്തിലെയും ദക്ഷിണ കേരളത്തിലെയും ജനസംഖ്യയിൽ സുറിയാനി ക്രിസ്ത്യാനികളും ലത്തീൻ ക്രിസ്ത്യാനികളും ഗണനീയമായ ഒരു വിഭാഗമായിരുന്നു. അവർ പൊതുജീവിതത്തിൽ നല്ല പങ്കുവഹിച്ചു. നായന്മാരെ പോലെ ക്രിസ്ത്യാനികളും സൈനിക പരിശീലനം സമ്പാദിച്ചിരുന്നു. അവർ വാളും പരിചയം ധരിച്ചാണ് പള്ളിയിൽ പോലും പോയിരുന്നത്. ഇത് വൈദേശിക പുരോഹിതന്മാരെ ആദ്യം അമ്പരിപ്പിക്കുകയുണ്ടായി. കേരളീയ ക്രിസ്ത്യാനികളെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും തങ്ങളുടെ സൈന്യങ്ങളിൽ ചേർക്കുന്നതിന് മടിച്ചിരുന്നില്ല. വ്യവസായശീലകരായിരുന്ന ക്രിസ്ത്യാനികൾ പെരുമാറ്റത്തിൽ വിനീതരായിരുന്നു.
വിനീതരുമായിരുന്നു എന്നതിന് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായ എഴുത്തുകാരുടെ രേഖകൾ സാക്ഷ്യം വഹിക്കുന്നു. ഹിന്ദു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളും മാറുമറച്ച് സമ്പൂർണമായി വസ്ത്രധാരണം ചെയ്തിരുന്നു. കുടുമയും കടുക്കനുമുണ്ടായിരുന്ന അന്നത്തെ ക്രിസ്ത്യൻ പുരുഷന്മാരെ നായന്മാരിൽ നിന്ന് തിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല. ക്രിസ്ത്യാനികൾ കൊപ്രായും കുരുമുളകും മറ്റും കച്ചവടം നടത്തിപ്പോന്നു. പ്രശംസനീയമായിരുന്നു അവരുടെ സത്യസന്ധത. സസ്യബുക്കുകളായിരുന്നു അവരിൽ ബഹുഭൂരിഭാഗവും. ചോറും കറിയും പാലുമായിരുന്നു മുഖ്യാഹാരം. മാംസഭക്ഷണം അവർക്കിടയിൽ പ്രചരിച്ചിരുന്നില്ല. മാംസഭക്ഷണം അവർക്കിടയിൽ പ്രചരിച്ചിരുന്നില്ല. മദ്യപാനാസക്തിയും ക്രിസ്ത്യൻ സമുദായത്തെ പൊതുവിൽ ബാധിച്ചിരുന്നില്ല. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പള്ളിയുടെ മധ്യസ്ഥതയിൽ പറഞ്ഞു തീർത്തിരുന്നു. തൊട്ടുകൂടായ്ക, ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലുമുള്ള വിശ്വാസം തുടങ്ങിയ ഒട്ടേറെ ഹൈന്ദവാചാരങ്ങൾ അവരിലും തങ്ങി നിന്നിരുന്നതായി കാണാം. ക്രിസ്ത്യാനികളിൽ നിന്ന് ഈ ഹൈന്ദവ വിശ്വാസങ്ങളെല്ലാം പാടെ മാറ്റാൻ 1599 ഉദയംപേരൂർ സുന്നഹദോസ് ഒട്ടേറെ കൽപ്പനകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്ത് ഹിന്ദുക്കൾക്കില്ലായിരുന്ന പല അവകാശങ്ങളും ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചു. മേൽപ്പറഞ്ഞ ശക്തികൾ ഏതദ്ദേശീയ ഭരണാധികാരികളുമായുണ്ടാക്കിയ ഉടമ്പടികളിൽ അതത് നാടുകളിലെ ക്രിസ്ത്യാനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്നു. വിഭിന്ന മതാനുയായികൾ തമ്മിൽ പുലർത്തിയ ബന്ധം പൊതുവെ സൗഹൃദപൂർണമായിരുന്നു. കേരളത്തിലെ അന്നത്തെ ഹൈന്ദവ ഭരണാധികാരികൾ തങ്ങളുടെ മുൻഗാമികൾ അനുവർത്തിച്ചിരുന്ന മതസഹിഷ്ണുതാ നയം തുടരുകയും വൈദേശികരായ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മതപ്രചാരണം നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം നൽകുകയും ചെയ്തിരുന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ഹിന്ദുക്കളായ ഭരണാധിപന്മാരും ക്രിസ്ത്യൻ പ്രജകളും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. കൊച്ചി, വടക്കുംകൂർ, തെക്കുംകൂർ, അമ്പലപ്പുഴ തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ പള്ളികൾ സ്ഥാപിക്കാൻ സ്ഥലം സംഭാവന ചെയ്തും മറ്റു സഹായങ്ങൾ നൽകിയും കുറച്ചൊന്നുമല്ല ക്രിസ്തുമതത്തിന്റെ പുരോഗതിയെ സഹായിച്ചിട്ടുള്ളത്. സാമ്പത്തിക ജീവിതം. കേരളത്തിന്റെ വിദേശ വാണിജ്യം 16ഉം 17ഉം നൂറ്റാണ്ടുകളിലും തുടർന്നു പോന്നു. കൊല്ലവും കൊച്ചിയും കോഴിക്കോടുമായിരുന്നു അന്നത്തെ പ്രധാന തുറമുഖങ്ങൾ. കണ്ണൂർ, പന്തലായനി, കൊല്ലം, താനൂർ, ചാലിയം, പൊന്നാനി, പുറക്കാട്, അഞ്ചുതെങ്ങ്, തേങ്ങാപ്പട്ടണം തുടങ്ങിയ ചെറിയ തുറമുഖങ്ങളും കേരള വാണിജ്യത്തിൽ അവയുടെ പങ്ക് വഹിച്ചു. 1514 കൊല്ലത്ത് വന്ന ബർബോസ കൊല്ലം വലിയ നഗരവും നല്ല തുറമുഖവുമാണെന്നും അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വസിക്കുന്നെന്നും പ്രസ്താവിക്കുന്നു. അദ്ദേഹം തുടരുന്നു: വലിയ കച്ചവടക്കാരും മഹാധനികന്മാരുമായ അവർ സ്വന്തം കപ്പലുകൾ ഉപയോഗിച്ച് ചോളമണ്ഡലം, സിലോൺ, ബംഗാൾ, മലാക്ക, സുമാത്ര, പെഗു എന്നിവിടങ്ങളുമായി കച്ചവടം നടത്തുന്നു. കാംബേയുമായി അവർക്ക് വാണിജ്യമില്ല. ഈ നഗരത്തിൽ ധാരാളം കുരുമുളകുണ്ട്. 1563 തൊട്ട് 1581 വരെ ഈസ്റ്റ് ഇൻഡീസിൽ പര്യടനം നടത്തിയ കൂട്ടത്തിൽ കേരളത്തിൽ വന്ന സീസർ ഫ്രെഡറിക് എന്ന വെനീഷ്യൻ വ്യാപാരി ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കൊച്ചിയാണെന്ന് പറയുന്നു. അവിടെ സുഗന്ധദ്രവ്യങ്ങളിലും ഔഷധങ്ങളിലും അതുപോലുള്ള മറ്റ് സാധനങ്ങളിലും നടക്കുന്ന വമ്പിച്ച വാണിജ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം വിവരിക്കുന്നുണ്ട്. പോർച്ചുഗീസ് കപ്പലുകൾ കൊച്ചിയിൽ നിന്ന് ധാരാളം കുരുമുളകും ഉണക്കി തയ്യാറാക്കിയ ഒട്ടധികം ഇഞ്ചിയും കാട്ടുകറുവാപ്പട്ടയും നല്ല തരം അടക്കയും വലിയ കായുള്ള വൃക്ഷത്തിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയതും ചണത്തേക്കാൾ മേൽത്തരവുമായ കയറിൻ കെട്ടുകളും പോർച്ചുഗലിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതായി അദ്ദേഹം പ്രസ്താവിക്കുന്നു. ഇന്ത്യ മൊത്തമെടുത്താൽ ഏറ്റവും തിരക്കുള്ളതും ഏറ്റവും അധികം ഗതാഗതവും വാണിജ്യവും നടക്കുന്നതും കോഴിക്കോട്ടാണെന്ന് 1607 കോഴിക്കോട് സന്ദർശിച്ച പിറാർഡ് ഡി ലാവൽ പറയുന്നു. അദ്ദേഹം ഇങ്ങനെ തുടരുന്നു: സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകുന്നതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള എല്ലാ മതങ്ങളിലും പെട്ട കച്ചവടക്കാർ ഇവിടെയുണ്ട്. രാജാവ് എല്ലാ മതങ്ങൾക്കും ഇവിടെ വ്യാപാരം അനുവദിക്കുന്നു. പക്ഷേ മതങ്ങളെ പറ്റിയുള്ള സംസാരമോ അഭിപ്രായ വ്യത്യാസമോ കലഹമോ കർശനമായി നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അറബികളെ കൂടാതെ മാപ്പിളമാർ, ചെട്ടിമാർ, ഗുജറാത്തികൾ, വ്യാവരി അഥവാ രാവരി നായന്മാർ തുടങ്ങിയ ഏതദ്ദേശീയ വർത്തകർക്കും കോഴിക്കോട്ടെ വാണിജ്യ പുരോഗതിയിൽ കാര്യമായ പങ്കുണ്ടായിരുന്നു. മാപ്പിളമാർ വിദേശ മുസ്ലിം വ്യാപാരികളുടെയും ഇവിടുത്തെ ഉൽപാദകരുടെയും മധ്യവർത്തികളെന്ന നിലയ്ക്കാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. സ്വയം
സ്വയം സമ്പന്നരല്ലായികയാൽ അവർ ധനികരായ അറബി കച്ചവടക്കാരിൽ നിന്ന് പണം കടം വാങ്ങി ചെറിയ തോതിൽ വ്യാപാരം നടത്തിപ്പോന്നു. അവരോട് അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയാണ് വിദേശ മുസ്ലിങ്ങൾ പെരുമാറിയിരുന്നത്. ആകയാൽ മാപ്പിളമാരും കെയ്റോവിലെയും ഓർമുസിലെയും മുസ്ലിങ്ങളുമായുള്ള സംഘട്ടനങ്ങൾ ചുരുക്കമായിരുന്നില്ല. അറബികളുടെ പഴയ ശത്രുക്കളായിരുന്ന പോർച്ചുഗീസുകാർ കെയ്റോവിലെ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ വില കൊടുത്ത് മാപ്പിളമാരുടെ ചരക്കുകൾ വാങ്ങി അവരെയും വിദേശ മുസ്ലിങ്ങളെയും തമ്മിൽ പിണക്കിയിരുന്നു. വിദേശ രാജ്യങ്ങളുമായി നിരന്തരം വാണിജ്യമുണ്ടായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക നില മോശമായിക്കൊണ്ടിരുന്നു. കുരുമുളകിൻ്റെ വിലയിലുണ്ടായ ഇടിവും തന്നിമിത്തം ജനങ്ങളിൽ ഒരു നല്ല വിഭാഗത്തിന് അനുഭവപ്പെട്ട ദാരിദ്ര്യവും നേരത്തെ പോർച്ചുഗീസുകാരെ കുറിച്ച് പ്രതിപാദിച്ച അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.